ഹായ്, ഇന്നൊരു ബുക്ക് റിവ്യൂ ആണ് കേട്ടോ. മലയാളത്തിലെ എണ്ണം പറഞ്ഞ എഴുത്തുകാരിൽ ഒരാളാണ് എം മുകുന്ദൻ. എല്ലാവർക്കും പരിചയം ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ ബുക്കുകളൊക്കെ വായിച്ചിട്ടില്ലാത്തൊരു വളരെ കുറവായിരിക്കും. വായിക്കുന്ന ഒരാളെ സംബന്ധിച്ച് എം മുകുന്ദൻ വല്ലാത്തൊരു എഴുത്തുകാരനാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ഹരിദ്വാറിലെ മണികൾ മുഴങ്ങുന്നു എന്ന് പറയുന്ന ഒരു നോവലുണ്ട്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വായിച്ചിരിക്കേണ്ട ഒരു നോവൽ ഞാൻ പറയുന്നൊരു നോവലാണ്. അദ്ദേഹത്തിൻ്റെ എഴുത്തൊക്കെ അറിയാലോ, ഭയങ്കര ലാളിത്യമുള്ളൊരു ഭാഷയാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. പക്ഷേ അതിന് ഒരുപാട് അർത്ഥങ്ങളും ഉണ്ടാവും. അങ്ങനെ ഒരു നോവലാണ് ഹരിദ്വാറിലെ മണികൾ മുഴങ്ങുന്നു എന്ന് പറയുന്ന നോവൽ. ഞാൻ സാധാരണ ബുക്കൊക്കെ വായിച്ചിട്ട് ഒരു ചെറിയൊരു റിവ്യൂ പോലെ എഴുതി വയ്ക്കാറുണ്ട്. പിന്നീട് നമുക്കത് എടുത്തു നോക്കുമ്പം നമുക്ക് ആ കഥകളിലൂടെ ഒന്നുകൂടി പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചെറിയ റിവ്യൂ. അപ്പോൾ ഞാനത് വായിക്കാം, അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ഒന്ന് വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണ് കേട്ടോ. വാക്കുകൾക്ക് അതീതമായി എം മുകുന്ദൻ സൃഷ്ടിച്ച വായനാനുഭവം, അതാണ് ഹരിദ്വാറിലെ മണികൾ മുഴങ്ങുന്നു എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ നോവൽ. ഇതിലെ പ്രധാനമായിട്ടുള്ള 2 കഥാപാത്രങ്ങളാണ് സുജാതയും രമേശും. സുജാത ഒരാളുടെ തെറ്റുകൾ തിരുത്താനായിട്ട് ഒപ്പം നിൽക്കുന്ന ഒരാളും, രമേശൻ കുട്ടിക്കാലത്തെ മുറിവുകളും അദ്ദേഹത്തിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങളും ചേർന്നിട്ട് തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് പോകുന്ന ഒരു മനുഷ്യനും. അവസാനം ഹരിദ്വാറിലെ സ്പിരിച്വൽ അറ്റ്മോസ്ഫിയറിൽ അദ്ദേഹത്തിന് ശരിയാവണമെന്നുള്ളൊരു തോന്നലുണ്ടാവുന്നതും അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാവുന്ന ഒരു കലുഷിതമായിട്ടുള്ള ഒരു അനുഭവം എന്നൊക്കെ പറയാം. ആ ഒരു അവസ്ഥയാണ് ആ നോവലിൽ പറയുന്നത്. സുജാതയുടെ കണ്ണുനീർ മനസ്സിൽ നിന്ന് മായാത്തതുപോലെ പാപത്തിൻ്റെ തീവ്ര ഭാരമേറി ഹരിദ്വാറിലെ ഗലികളിലൂടെ അലയുന്ന, ക്ഷേത്രങ്ങളിൽ ആശ്വാസം കണ്ടെത്തുന്ന, വീണ്ടും വീണ്ടും തെറ്റുകളിൽ നിന്ന് ശരിയിലേക്ക് നീങ്ങുന്ന രമേശിനെ ഓർക്കുമ്പോൾ ജീവിതത്തിൻ്റെ അത്യന്താപേക്ഷിതമായ തത്വം തെറ്റുകൾ ചെയ്യുക, ശരിയിലേക്ക് പോവുക എന്ന് തന്നെയുള്ളതാണെന്ന് തോന്നിപ്പോകുന്നു. പാപത്തിൻ്റെയും തിരിച്ചറിവുകളുടെയും ചുട്ടുപൊള്ളലിൽ തിരികെ ഹരിദ്വാറിലെത്തുന്ന രമേശ് ഘാട്ടിലെ ദീപങ്ങളെ നോക്കി അനക്കമില്ലാതെ നിശബ്ദമാകുന്നത് കാണുമ്പോൾ വായനക്കാരനും നിശബ്ദമാകുന്നു. അദ്ദേഹം ഹരിദ്വാറിലെ ഗലികളിലൂടെ അലയുന്നുണ്ട് രാത്രികളിൽ. അദ്ദേഹത്തിനുണ്ടാകുന്ന കുറേ സ്വപ്നത്തിന് സമാനമായ കുറേ അനുഭവങ്ങളുണ്ട്. അദ്ദേഹം ജീവിതത്തിൽ താൻ ശരിയാവണമെന്നും തൻ്റെ തെറ്റുകളുടെ തിരിച്ചറിവുകളും ഉണ്ടായിക്കഴിഞ്ഞിട്ട് അദ്ദേഹം തിരിച്ച് വീണ്ടും ഒറ്റയ്ക്ക്, സുജാതയോടൊപ്പമല്ലാതെ ഒറ്റയ്ക്ക് ഹരിദ്വാറിലേക്ക് വീണ്ടും ഒരു യാത്ര നടത്തുന്നുണ്ട്. ആ നോവൽ അവസാനിക്കുന്നത് അദ്ദേഹം കാട്ടിലെ ദീപങ്ങളെ നോക്കി നിശബ്ദമായിട്ടിരിക്കുന്ന ഒരു സീനിലൂടെയാണ്. അത് കാണുമ്പോൾ, അത് വായിച്ചു തീരുമ്പോൾ നമ്മുടെ ഉള്ളിലും ഒരു വലിയൊരു ദീർഘനിശ്വാസം വരും. സങ്കടം, സന്തോഷം എല്ലാം കൂടി ചേർന്നൊരു അനുഭവമായിരിക്കും അത്. വല്ലാത്തൊരു ബുക്കാണ് കേട്ടോ. എനിക്കിത് പറയുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ആ ഒരു ഫീല് കിട്ടുന്നു. ആശ്വാസമാണോ സങ്കടമാണോ എന്നറിയാത്ത വിധം ആഴങ്ങളിലേക്ക് മനസ്സ് സഞ്ചരിക്കുന്നു. മനസ്സിൽ തങ്ങി നിൽക്കുന്ന, എക്കാലവും വേദനിപ്പിക്കുന്ന ഒരു കഥാപാത്രമായിട്ട് രമേശ് മാറും ഏതൊരു വായനക്കാരൻ്റെയും ഉള്ളിൽ. ഇതൊരു ഞാൻ എഴുതി വെച്ചൊരു റിവ്യൂ ആണ്. അത് ഞാൻ ജസ്റ്റ് വായിച്ചോന്നേ ഉള്ളൂ. പക്ഷേ എൻ്റെ സ്വന്തം വേർഡ്സിലൊന്നുകൂടി പറഞ്ഞാൽ, തെറ്റുകൾ ചെയ്യാത്ത ഒരു മനുഷ്യനും ഈ ലോകത്തില്ല. പക്ഷെ അവർക്ക് തിരുത്തപ്പെടാനുള്ള അവസരങ്ങളും ഉണ്ട്. ആ തിരുത്തപ്പെടാനുള്ള അവസരങ്ങൾ നൽകുമ്പോൾ നമുക്കുണ്ടാവുന്ന തിരിച്ചറിവുകളെക്കുറിച്ച് കൂടിയാണ് അദ്ദേഹം പറയുന്നതെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. ഓരോ വായനക്കാരനും ഓരോ ഫീലാണ് ഓരോ ബുക്ക് വായിക്കുമ്പോഴും. എനിക്ക് മനസ്സിലായ കാര്യങ്ങളും എനിക്ക് തോന്നിയ കാര്യങ്ങളും എങ്ങനെയാണ്. വായന ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അത് വായിക്കാൻ ശ്രമിക്കാമെന്ന് ഞാൻ പറയും. നല്ലൊരു ബുക്കാണ്, ചെറിയ ബുക്കാണ് കേട്ടോ. പക്ഷേ അതിലൊരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ബോറടിക്കാതെ ആ ഒരു മനുഷ്യനെ, ആ കഥാപാത്രത്തെ മനസ്സിലാക്കി വായിക്കാൻ പറ്റിയാൽ അത് അവസാനം വരെ എത്താൻ പറ്റും. ഒരുപാട് തിരിച്ചറിവുകളും ഉണ്ടാവും. ഓക്കെ.